നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സ്റ്റാർട്ടപ്പ് മേഖലയിൽ മാത്രമല്ല ഇത്തരം വളർച്ചയുണ്ടാകുന്നത്, എല്ലാ മേഖലയിലും വളർച്ചയുണ്ടാവുകയാണ്. അടുത്ത നാളിലാണ് വിജയകരമായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നാം സംഘടിപ്പിച്ചത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം രാജ്യത്തിന്റെ മുൻപന്തിയിലെത്തിയിരിക്കുന്നു. ഒരു പുതിയ രീതി കേരളത്തിൽ ഉയർന്നു വരുന്നു. ഇവിടെ നിക്ഷേപ സംഗമത്തിന് അതിനു മുൻപ് തന്നെ കുറെ പേർ, കുറെ സ്ഥാപനങ്ങൾ നിക്ഷേപ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോ കൂടുതൽ സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നു. 374 സംരംഭങ്ങൾ നിക്ഷേപത്തിന് താല്പര്യം അറിയിച്ചിരിക്കുന്നു. ഇവിടെ IT മേഖലയിലെ 24 കമ്പനികൾ അവരുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ പോകുന്നു. 8500 കോടി രൂപയുടെ നിക്ഷേപവും 60,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഈ താല്പര്യപത്രങ്ങളുടെ തുടർ നടപടികൾക്ക് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നേട്ടങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ കേരളത്തിൽ നമ്മളിപ്പോൾ ഒന്നാമതെത്തി. എങ്ങനെയാണ് എത്തിയത്? 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോ അത്തരമൊരു കാര്യം നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല. അപ്പൊ അസാധ്യമായത് സാധ്യമാക്കാൻ പറ്റുമെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ സർക്കാർ അതിനാണ് തുടക്കം കുറിച്ചത്. പരിശോധന വിശദമായി നടന്നു. വിവിധ മേഖലകളുടെ യോഗം നടന്നു. എല്ലാവരുടെയും വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. അതിന്റെ ഭാഗമായി കണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിച്ചു തുടങ്ങി. ഒരു ഭാഗത്ത് നിയമങ്ങൾ മാറ്റണമായിരുന്നു, വേറൊരു ഭാഗത്ത് ചട്ടങ്ങൾ മാറ്റണമായിരുന്നു, ചിലരില് മൈൻഡ് സെറ്റപ്പ് മാറണമായിരുന്നു. ഇതിലെല്ലാം ഇടപെടലുണ്ടായി. പടിപടിയായി മാറ്റം വന്നു. ആ മാറ്റത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കഴിഞ്ഞ ദേശീയ ശരാശരി എടുത്തപ്പോ കേരളമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 സംസ്ഥാനം എന്ന നില വന്നിട്ടുണ്ട്. ഇതാണ് നാം സ്വീകരിക്കേണ്ട നില. അത്തരമൊരു നിലയാണ് കേരളത്തിൽ സ്വീകരിച്ചു വന്നത്. ഇപ്പോ നടക്കില്ല എന്ന് കണക്കാക്കിയ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോ നടക്കും എന്ന നില എല്ലാവർക്കും വന്നല്ലോ. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും ചിന്തിച്ചിരുന്നല്ലോ. ഇപ്പൊ ദേശീയപാത വികസനം നിങ്ങള് എല്ലാ ഭാഗത്തുള്ളവരോട് കാണുമല്ലോ. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ആ ദേശീയപാത വികസനത്തിന്റെ ശരിയായ അനുഭവം, ശരിയായ ഒരു കാഴ്ച കാണാൻ സാധിക്കും. അത് കേരളത്തെ മാറ്റുകയാണ്. നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിക്ഷേപം നടത്താൻ വേണ്ടി ഒരാൾ വന്നു. ആ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം യാത്ര ഉറപ്പെട്ടു. അപ്പോഴാണ് അതിന്റെ വിഷമം മനസ്സിലായത്. ഇപ്പൊ മുമ്പോട്ട് പോകില്ലല്ലോ, എല്ലാവരുടെയും തടസ്സങ്ങളാണല്ലോ, ബ്ലോക്കാണല്ലോ. അപ്പൊ ആ യാത്ര അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. പക്ഷെ പിന്നെ കേരളത്തിലേക്ക് വന്നില്ല. നേരെ നമ്മുടെ തൊട്ട സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പോയി അവിടെ സ്ഥാപിച്ചു ആ സ്ഥാപനം. ഇതൊന്നല്ല, ഒരുപാടെണ്ണമായിരുന്നു. നമ്മുടെ പശ്ചാത്തല സൗകര്യം വർദ്ധിക്കുക, ആളുകൾക്ക് യാത്ര ചെയ്യാൻ അവസരം ഉണ്ടാവുക, നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക, അത്
വ്യവസായ വികസനത്തിന്, നിക്ഷേപങ്ങൾ കൂടുതൽ ആകർഷിക്കുന്നതിന് ഏറ്റവും പ്രധാന ഘടകമാണ്. അതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിപ്പോ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നാഷണൽ ഹൈവേ മാത്രമല്ല, ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, വേറൊരു ഭാഗത്ത് മലയോര ഹൈവേ, ഇതിനും പുറമെ ഇവിടുന്ന് കോവളത്തുനിന്ന് ബേക്കൽ വരെ നീളുന്ന ഒരു ജലപാത, അതിനു പുറമെയുള്ള നമ്മുടെ റോഡുകളും എല്ലാം നല്ല നിരക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും. പശ്ചാത്തല സൗകര്യ വികസനത്തിലാണ് പ്രധാനമായി കിഫ്ബി മുഖേനയുള്ള പണം എത്ര 90,000 കോടിയോളം രൂപ ഈ കേരളത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള മാറ്റം കേരളത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതെല്ലാം വലിയ തോതിൽ നമ്മുടെ നാടിന്റെ വികസനത്തിന് ഉതകുന്ന കാര്യങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. സംരംഭക വികസനത്തിന് നല്ല പ്രോത്സാഹനം ഇതിന്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ റോബോട്ടിക് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, അതേപോലെ തന്നെ AI കോൺക്ലേവ് നമ്മുടെ നാട്ടിലാണ് ആദ്യം വേദിയൊരുക്കിയത്. ഇവയെല്ലാം തുറന്നു തരുന്ന അനന്തമായ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഉപയോഗിച്ച് യുവ സംരംഭകർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിൽ പ്രധാനമായും ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന് തോന്നുന്ന 2-3 കാര്യങ്ങൾ കൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ലോകമാകെ ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ജൻ AI മേഖലയിൽ വലിയ തോതിലുള്ള ഗവേഷണവും നടക്കുന്നുണ്ട്. അതുപയോഗിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് അറിയാവുന്നവരാണ് നിങ്ങൾ എല്ലാവരും. ആ മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ പരിശോധന ഇപ്പോഴേ ഉണ്ടാകണം. അത് പരിശോധിച്ച് പ്രായോഗികവൽക്കരിക്കുമ്പോൾ തന്നെ ഈ മേഖലയിൽ പാലിക്കേണ്ട പ്രൊഫഷണൽ എത്തിക്സ്, അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. നമ്മുടെ കേരളത്തിലെ കാർഷിക വികസനം, ആ മേഖലയിലും സ്റ്റാർട്ടപ്പ് രംഗത്തെ മുന്നേറ്റം എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അപ്പോ ഒരു സംശയം ചിലപ്പോൾ ഉണ്ടാകാം, കൃഷി എന്നത് ഒരു പരമ്പരാഗത സംവിധാനമല്ലേ എന്ന്. അതെങ്ങനെയാണ് നൂതനാശയങ്ങളുമായി ചേരുക എന്നുള്ളത്? അത്തരമൊരു ചിന്ത വേണ്ട. അഗ്രിടെക് മേഖലയിലാണ് ഇപ്പോൾ വലിയ ഗവേഷണങ്ങൾ നടക്കുന്നത്. അതാണ് പഠനങ്ങളും കണക്കുകളും ഒക്കെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമാണ് കാലാവസ്ഥാ വ്യതിയാനം. അത് അതിന്റെ ശരിയായ ഗൗരവത്തിൽ കാണാൻ നമുക്ക് കഴിയണം. ഇവിടെ മനുഷ്യരാശിയുടെ വെൽനസ് ഉറപ്പാക്കാനുള്ള നൂതന ആശയങ്ങൾ എന്ന നിലക്ക് അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അതാണ് കാര്യമായി ചിന്തിക്കേണ്ടത്. മറ്റൊന്ന്, ഇലക്ട്രിക് വാഹനം വിപ്ലവകരമായ മാറ്റമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്ന് പ്രവർത്തിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പാക്കുന്ന ഇലക്ട്രിക് വാഹന നയമുണ്ട്. അതിന് സഹായകമായ ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും മെഡ്ടെക് മേഖലയിലും കാര്യമായ സംഭാവനകൾ ഉണ്ടാകണം. ഫാർമസ്യൂട്ടിക്കൽ മേഖലയും മെഡ്ടെക് മേഖലയും ഇപ്പോ പ്രധാനമാണെന്ന് നാം കാണുന്നു. ഇതിനൊക്കെ പുറമെ വളർന്നു വരുന്ന റോബോട്ടിക്സ്, ഓട്ടോണമസ് ലോജിസ്റ്റിക്സ്, ഫിൻടെക്, ഈ മേഖലകളിലെല്ലാം കാര്യക്ഷമമായ ഇടപെടലിന് ശ്രമിക്കണം. ഇത് നിങ്ങളെ മനസ്സിലുള്ള ആശയങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ നിസ്സാരമായിട്ടുള്ളതായിരിക്കും. കാരണം നിങ്ങളെ മനസ്സിൽ ധാരാളം ആശയങ്ങളുണ്ടാവും.
പുതിയ പുതിയ മേഖലകളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നവരായിരിക്കും നിങ്ങൾ. ആ നൂതന ആശയങ്ങളെല്ലാം ചർച്ച ചെയ്ത് വിപുലപ്പെടുത്തി മുന്നോട്ട് പോകാൻ സഹായകമാകുന്ന ഒരു പരിപാടിക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഒന്നേ പറയാനുള്ളൂ, ഇതിവിടം കൊണ്ട് നിർത്താൻ പാടില്ല. തുടർച്ചയായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാനാകണം.